വി എസിൻ്റെ ആ ഒരു സംഘടനാ രംഗത്തെ പ്രവർത്തന പരിചയത്തിൽ നിന്നുകൊണ്ട് പിന്നീട് വി എസ് മാറുന്നത് ഒരു വലിയ ജനകീയ നേതാവായിട്ടാണ്. വി എസ് വലിയ ജനകീയ നേതാവായി മാറുന്നത് 2000-ന് ശേഷമാണ്. 2000-ന് ശേഷം വി എസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിനു മുൻപ് വി എസ് ഒരു പാർട്ടി നേതാവായിരുന്നു. പാർട്ടി നേതാവായി പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ നടന്ന നേതാവായിരുന്നുവെങ്കിൽ അതിനുശേഷം പിന്നീട് വി എസ് ഒരു ജനകീയ നേതാവായി മാറുകയായിരുന്നു. കേരളത്തിലെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ജനകീയ നേതാവ്. അപ്പോൾ ആ നിലയിൽ സാധാരണ തൊഴിലാളികൾക്കായാലും സാധാരണ പ്രവർത്തകർക്കായാലും ഒക്കെ തന്നെ വി എസ് വലിയ ആവേശമായിരുന്നു. അത് സ്ത്രീകൾക്കായിക്കോട്ടെ യുവാക്കൾക്കായിക്കോട്ടെ ഒരുപോലെ വി എസിനെ കണ്ണേ കരളെ വി എസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് വി എസിനെ സ്വാഗതം ചെയ്യുന്ന നിലയിലേക്ക് മാറി. എനിക്കറിയാം, ഞാൻ വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് 2000 വർഷത്തിലാണ് വി എസ് മലമ്പുഴയിൽ മത്സരിക്കാനായി എത്തുന്നത്. അന്ന് വി എസ് മലമ്പുഴയിൽ മത്സരിക്കാനായി എത്തുമ്പോൾ അന്ന് വി എസ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം അന്ന് ആദ്യമായി മുഴങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് വി എസിൻ്റെ ഈ വസതിക്ക് മുമ്പിലും ആ മുദ്രാവാക്യം ഇപ്പോഴും കേൾക്കാം. അപ്പോൾ അന്നാണ് ആദ്യമായി വി എസിനെ കണ്ണേ കരളെ വി എസ് എന്ന് മുദ്രാവാക്യം അന്ന് വി എസിനെ സ്വാഗതം ചെയ്യാനായി പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യം മുഴക്കുന്നത്. അതാണ് പിന്നീട് കേരളത്തിലൊരു തരംഗമായി പിന്നീട് മാറുന്നത്. അന്നൊക്കെ തന്നെ വി എസിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, ഞാനന്ന് വിദ്യാർത്ഥിയായിരുന്ന കാലത്തൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും വി എസിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വി എസിൻ്റെ പല പ്രവർത്തന ഇടങ്ങളിലുമൊക്കെ തന്നെ അന്ന് നേരിട്ട് പോകാൻ സാധിച്ച ഒരു സാഹചര്യമൊക്കെ തന്നെ അന്നുണ്ട്. വി എസ് ഒരു 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 ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ കുറേ ആളുകൾ തടിച്ചുകൂടും. സ്ത്രീകളൊക്കെ തന്നെ തടിച്ചുകൂടി വി എസിനോട് ചോദിക്കും, ജയിലിലൊക്കെ കിടന്നപ്പോൾ എന്താണ് അനുഭവം എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വി എസിനോട് വളരെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും വളരെ തമാശ രൂപേണ ആ ഒരു ചരിത്രമൊക്കെ തന്നെ വി എസ് അവരോട് പറയുകയും അന്നത്തെ കഷ്ടപ്പാടുകൾ വിവരിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് വി എസ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കയറുകയായിരുന്നു. അന്ന് വി എസ് അങ്ങനെ ആളുകളെ വലിയ തോതിൽ ആകർഷിക്കുന്ന തരത്തിലേക്ക് മലമ്പുഴയിലൊക്കെ തന്നെ പോയി. 4 തവണയാണ് പിന്നീട് വി എസ് മലമ്പുഴയിൽ നിന്ന് വിജയിച്ചത്. 2001 മുതൽ 2021 വരെ 4 തവണ മലമ്പുഴയിൽ നിന്ന് വി എസ് നിയമസഭയിലേക്ക് എത്തി. അപ്പോൾ വി എസ് അങ്ങനെയായിരുന്നു. വി എസിനെ നേരിട്ടറിഞ്ഞ അല്ലെങ്കിൽ അടുത്തറിഞ്ഞ ആരും വി എസിനെ മറക്കില്ല, വി എസിനെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കില്ല. അതായിരുന്നു വി എസിൻ്റെ ഒരു സ്വാധീനം എന്നത്. അന്നൊക്കെ നമുക്കറിയാം, പലപ്പോഴും വി എസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസിന് മലമ്പുഴയിലൊരു ഭീഷണി ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അന്ന് വി എസ് അവിടെ നേരിട്ടെത്തുകയും ഓരോ ബൂത്തുകളിൽ വി എസ് നേരിട്ട് ഇറങ്ങുകയും അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് പരിശോധിക്കുകയും 96 മാരാരിക്കുളത്തുണ്ടായ ഒരു വീഴ്ച മലമ്പുഴയിൽ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനം നേരിട്ടെന്ന് വി എസ് നടത്തിയിട്ടുണ്ട്. പാലക്കാട് ഗസ്റ്റ് ഹൗസിലായിരുന്നു വി എസ് താമസിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ആ ഒരു കാലം ഞാൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച് നേരിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വി എസ് വലിയ പ്രവർത്തനം നടത്തി. അവരൊന്നും വി എസിനെ മറക്കില്ല. വി എസ് ഏതൊക്കെ ഗ്രാമങ്ങളിലൂടെ നടന്നിട്ടുണ്ടോ, ഏതൊക്കെ വഴികളിലൂടെ നടന്നിട്ടുണ്ടോ, ആ വഴികളിലുള്ള ജനങ്ങൾക്കൊന്നും വി എസിനെ മറക്കാൻ കഴിയില്ല. അത്തരത്തിൽ ആഴത്തിലുള്ള ബന്ധമാണ് വി എസുമായി അവർക്കുള്ളത്. ആ ഒരു ബന്ധത്തിൻ്റെ ഒരു സൂചന തന്നെയാണ്, ആ ഒരു ബന്ധത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം തന്നെയാണ് തിരുവനന്തപുരത്ത് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിലും നിമിഷങ്ങളിലുമൊക്കെ നമ്മൾ കാണാൻ പോകുന്നതും അതുതന്നെയാണ്. ഇന്നലെ AKG ഭവൻ്റെ മുമ്പിൽ എനിക്ക് തോന്നുന്നു നിമിഷങ്ങൾ കൊണ്ടാണ് 10,000 എത്തിയത്. നിമിഷങ്ങൾ കൊണ്ട് 10,000 എത്തി വി എസിന് വേണ്ടി കണ്ണേ കരളെ എന്ന് തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന സഖാക്കൾ, യുവാക്കൾ, ഇവരൊക്കെ തന്നെ ആ ഒരു നിമിഷങ്ങൾ കൊണ്ട് അവിടെ തടിച്ചുകൂടിയത് വി എസിനോടുള്ള ആദരവ് തന്നെയാണ്. ഇന്നും 10,000 ലക്ഷങ്ങൾ വി എസിൻ്റെ ഈ ഒരു അന്ത്യനിമിഷത്തിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് പേർ ഇപ്പോഴും വി എസിൻ്റെ ഈ ഒരു വസതിയിലേക്ക് നേരം പുലരുന്ന ഈ നിമിഷങ്ങളിൽ പോലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വി എസ് ഉണ്ടാക്കിയ ഒരു സ്വാധീനം. വി എസ് ഒരു കടൽ പോലെയാണ്. വി എസ് കടലിൻ്റെ ഓളങ്ങൾ പോലെയാണ്. ചിലപ്പോൾ വി എസ് കടലിൻ്റെ തിരമാലകൾ പോലെ ആർത്തലച്ചു വരും. അത് അനീതികൾക്കെതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ വി എസ് എന്നത് പലപ്പോഴും ഈ ഒരു 2 അക്ഷരം എന്നത് പലപ്പോഴും ഒരു പോരാട്ടമായിരുന്നു, ഒരു സമരചരിത്രമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി എസിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് നീണ്ട സമര പോരാട്ട ചരിത്രത്തിലെ ഓരോ ദിവസമെടുത്താലും അത് ഓരോ ചരിത്രമായി എഴുതാൻ പറ്റുന്ന അത്രയും വലിയ ഒരു വിപ്ലവ നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് വി എസിനെ അടയാളപ്പെടുത്തുമ്പോൾ, സമാനതകളില്ലാത്ത നേതാവ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമുക്കറിയാം വലിയൊരു ശൂന്യതയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. വി എസ് ഇല്ലാതാകുമ്പോൾ പല കാലത്ത് പല രീതിയിൽ അത് നോക്കൂ, സ്വാതന്ത്ര്യത്തിന് മുൻപ്, സ്വാതന്ത്ര്യത്തിന് ശേഷം
അടിയന്തരാവസ്ഥയുടെ കാലത്ത്, പിന്നീട് ആധുനികതയുടെ കാലത്ത്, പുതിയ ടെക്നോളജിയുടെ കാലത്ത്, എല്ലാ കാലത്തും വി എസിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. വി എസ് ആ കാലത്തൊക്കെ തന്നെ ഒരുപോലെ നിറഞ്ഞു നിന്നു. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ വി എസ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കാൻ അവസാന കാലത്ത് വി എസ് ശ്രമിച്ചതായി നമുക്കറിയാം. ഹിന്ദി പഠിക്കാനായി വി എസ് ശ്രമിച്ചതായി നമുക്കറിയാം. വി എസ് ഹിന്ദി പഠിക്കാനായി ഒരു അധ്യാപകനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഹിന്ദി പഠിച്ച വി എസ് ഉണ്ട്. അപ്പോൾ വി എസ് ഓരോ കാലത്തിനനുസരിച്ച് അദ്ദേഹം ഈ ഓരോ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനും ആ കാലത്തെ ശീലങ്ങളെ തിരിച്ചറിയാനും ഒപ്പം തന്നെ ആ കാലത്തിനൊപ്പം നടക്കാനുമൊക്കെ പരിചയപ്പെടുകയും ആ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുമൊക്കെ തന്നെ ശ്രമിച്ച നേതാവുമൊക്കെയാണ്. ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. എനിക്കൊന്ന് പാലക്കാട്ടിൽ നിന്ന് വന്നതാണോ? കണ്ടു. എപ്പോഴെത്തി? രാത്രി ഇറങ്ങി ഞങ്ങളിപ്പോൾ കണ്ടു, ജസ്റ്റ് കണ്ടു. പാലക്കാട് നിന്നൊക്കെ ഒരുപാട് പേര് വന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നതാണ്. ആലപ്പുഴയിൽ സംസ്കാര ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലപ്പുഴ സംസ്കാരം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. പാലക്കാട്ടിൽ നിന്ന് ഇനിയും ഒരുപാട് പേരൊക്കെ വരുന്നുണ്ടോ? പാലക്കാട്ട് എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട് നെന്മാറയിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടോ? നെന്മാറയിൽ നിന്ന് ഞങ്ങളിപ്പോൾ 3-4 സംഘങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇനി സംസ്കാര ചടങ്ങ് കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആലപ്പുഴയിൽ പോയതിനു ശേഷമാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. വിനീത, ഈ പറഞ്ഞതുപോലെ എല്ലാ ജില്ലകളിൽ നിന്നും പാർട്ടി പ്രവർത്തകരും അണികളും സാധാരണ മനുഷ്യരുമൊക്കെ തന്നെ വി എസിനെ കാണാനായി ഈ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് വിലാപയാത്രയായി പോകുന്ന ഈ ഒരു യാത്രയ്ക്കൊപ്പം ഇവരെല്ലാവരും സംഘടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സംഘടിച്ച് ആലപ്പുഴയിലെ ആ ഒരു സംസ്കാര ചടങ്ങ് വരെ നീളുന്ന ഒരു വലിയ വിലാപയാത്രയുടെ ഭാഗമാകാൻ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരും അണികളും സാധാരണ മനുഷ്യരുമൊക്കെ തന്നെ എത്താൻ പോവുകയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് നമുക്ക് തിരുവനന്തപുരത്തെ വി എസിൻ്റെ ഈ വസതിക്ക് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും.